ദേവികുളം മണ്ഡലത്തിൽ പ്രചാരണം തുടർന്ന മുന്നണികൾ 6 നാൾ മാത്രമാണ് ഇനി പരസ്യ പ്രചാരണം അവശേഷിക്കുന്നത്. പെസഹ ദിനത്തിൽ മണ്ഡലത്തിലെ ആദിവാസി ഇടങ്ങളിലൂടെയായിരുന്നു LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ രാജ പര്യടനം നടത്തിയത്. NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രൻ മണ്ഡലത്തിലെ കാർഷിക മേഖലയിലൂടെയും ഇന്ന് പര്യടനം പൂർത്തിയാക്കി. UDF സ്ഥാനാർത്ഥി F രാജ വട്ടവട ദേവികുളം പഞ്ചായത്തുകളിലൂടെയായിരുന്നു ഇന്ന് പ്രചാരണം നടത്തിയത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 6 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തിയതോടെ മണ്ഡലത്തിലെ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിലായി. ജില്ലയിൽ പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ദേവികുളം. ഈ മത്സരാവേശം 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുമുണ്ട്. പെസഹ ദിനത്തിൽ മണ്ഡലത്തിലെ ആദിവാസി ഇടങ്ങളിലൂടെയായിരുന്നു LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ രാജയുടെ പര്യടനം. പ്ലാമലക്കുടിയും കുരങ്ങാട്ടിയും പെട്ടിമുടിയും അടക്കം വിവിധ ഉന്നതികളിൽ എ രാജ ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ചെത്തി. NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രൻ മണ്ഡലത്തിലെ കാർഷിക മേഖലയിലൂടെയാണ് ഇന്ന് പര്യടനം നടത്തിയത്. കമ്പിലേനും തോക്കുപാറയും അടക്കം വിവിധ കാർഷിക ഗ്രാമങ്ങളിലെത്തി S രാജേന്ദ്രൻ ആളുകളോട് വോട്ട് അഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി F രാജ വട്ടവട ദേവികുളം പഞ്ചായത്തുകളിലൂടെയായിരുന്നു ഇന്ന് പ്രചാരണം നടത്തിയത്. സ്ഥാനാർത്ഥികൾക്കൊപ്പം ആവേശം ചോരാതെ മുന്നണി നേതാക്കളും പ്രവർത്തകരും ഒപ്പമുണ്ട്. ഉയർന്ന പകൽച്ചൂടിനെയും മറികടക്കുന്നതാണ് ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട്. നേരിട്ടുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കൊപ്പം സോഷ്യൽ മീഡിയ പേജുകളിലും സ്ഥാനാർത്ഥികളുടെ വോട്ട് അഭ്യർത്ഥനയും പ്രചാരണവും ശക്തമാണ്. ത്രികോണ മത്സര പ്രതീതിയുള്ള ദേവികുളം മണ്ഡലത്തിൽ മുതിർന്ന നേതാക്കളെ എത്തിച്ച് മുന്നണികൾ 3 ഇതിനോടകം തങ്ങളുടെ രാഷ്ട്രീയ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. പ്രചാരണ ദിവസങ്ങൾ ചുരുങ്ങുന്നതോടെ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടി കയറുമെന്നുറപ്പ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.